എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ട് നല്ലൊരു നാടൻ മുട്ടക്കറിയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും എന്ന് വേണ്ട എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കിടുക്കാച്ചി മുട്ടക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് 6 മുട്ടയാണ് ഞാനിവിടെ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റാം. കൂടെ തന്നെ 10 അല്ലി വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും എരിവിനാവശ്യമായ 3 പച്ചമുളകും 15 കൊച്ചുള്ളിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെയും വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ എളുപ്പത്തിൽ വാടി കിട്ടുന്നതിനായിട്ട് ഇവയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം. ഇതെല്ലാം നല്ല പോലെ വഴണ്ടു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റിയതിന്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും എരിവിനാവശ്യമായ 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. പൊടികളൊക്കെ മൂത്ത് നല്ല പാകമായി കഴിഞ്ഞാൽ പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് വേണം നമുക്ക് വഴറ്റിയെടുക്കാനായിട്ടും. കുറച്ച് നാളികേരപ്പാൽ കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർക്കാം. മുട്ട ചേർത്തിട്ട് കറി ഒന്നുകൂടി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 പാൽ കൂടി ചേർത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ കറി നല്ല പോലെ ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നല്ല കട്ടിയായിട്ട് തന്നെ മാറിക്കിട്ടും. നാളികേര പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സെർവിംഗ് ബൗളിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയാണ്. ഫുൾ വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.